ശ്ലീഹ ഒന്നാം തിങ്കൾ. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ശിശുക്കൾക്ക് നൽകുന്ന ജ്ഞാനം. പിതാവിനെ കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥ ജ്ഞാനം. അത് പുത്രനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുത്രൻ ആർക്ക് മനസ്സാകുന്നുവോ അവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള അധികാരവും അവന് നൽകപ്പെട്ടിരിക്കുന്നു. പുത്രൻ അത് വെളിപ്പെടുത്തുന്നത് ശിശുക്കൾക്കാണ്. വളർച്ച പ്രാപിക്കുന്തോറും ലോകത്തിന്റെ അറിവിൽ മനുഷ്യൻ വളരുകയും അതിൽ അഹങ്കരിക്കുകയും ലോകത്തിന്റെ അറിവില്ലാത്തവരെ പുച്ഛിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവരാരോ അവരാണ് യഥാർത്ഥ ജ്ഞാനികൾ. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ വേറെ സർവ്വതും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു. ദൈവത്തിന്റെ സകല വിജ്ഞാനവും കുരിശിലെ രക്ഷാരഹസ്യത്തിലാണ് നിറവേറപ്പെട്ടിരിക്കുന്നത്. ഈ കുരിശ് യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമാണ്. ഈ അറിവ് വരം ലഭിച്ചവർക്ക് മാത്രം നൽകപ്പെടുന്ന കൃപാദാനവുമാണ്. ദൈവം നൽകിയ 10 പ്രമാണങ്ങളെ റബ്ബിമാർ വ്യാഖ്യാനിച്ച് 613 നിയമങ്ങളാക്കി മാറ്റി. സരളഹൃദയരുടെ ചുമലിൽ വലിയ ഭാരമായി കെട്ടിവെച്ചു. അതിനെ 2 നിയമങ്ങളിലേക്ക് യേശു മാറ്റി എഴുതി. ദൈവസ്നേഹവും അയൽക്കാരോടുള്ള സ്നേഹവും. ദൈവത്തിനോടും മനുഷ്യരോടും ഉണ്ടായിരുന്ന യേശുവിന്റെ മനോഭാവമായിരുന്നു ഇത്. ഈ മനോഭാവം പിന്തുടരുന്നവരാണ് ദൈവത്തിന്റെ കണ്ണിലെ ശിശുക്കൾ.